ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഏറ്റവും പ്രീമിയം കോച്ചുകളിൽ ഒന്നായ വിസ്റ്റഡോമിൽ നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോവാണ്. അപ്പം ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് മാം പറയാണ്. മാം, what do you like feel about Vistadome coach? No, the Vistadome coach, of course, is Indian Railways luxury. You have visibility all around. You can see everything. The beauty of this route, which is, Mangalore Junction to Yeshwanthpur through Sakleshpur on the Western Ghats, it's purely on the hilltop train journey. We drive from Sakleshpur, that is, it climbs the Sakleshpur hills. പിന്നെ ഇത് കുന്നിന് മീതെ ആയിരിക്കും ഒരു 2.5 മണിക്കൂർ യാത്ര. All along from Mangalore Junction to Sakleshpur, it is so beautiful and good monsoon environment. And Sakleshpur on top of Subramania, it is more beautiful. Come, let us see and enjoy the tour. അപ്പം വീഡിയോ രണ്ടുപേരെ കാണുക. മലയാളത്തിൽ ആദ്യമായി വിസ്റ്റഡോമിൽ ഒരു വീഡിയോ ചെയ്യുന്ന ആളായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പം വീഡിയോ രണ്ടുപേരെ കാണാം. ഒരുപാട് ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതും എങ്ങനെയാണ് ഈ വണ്ടിയിൽ കയറേണ്ടതും എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോവുകയാണ് ഈ വീഡിയോയിൽ. രണ്ടുപേര് കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. ഇതാണ് നമ്മളിന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്ന വിസ്റ്റഡോം കോച്ച് കിട്ടുക. ഈ വണ്ടി നമ്പർ വരുന്നത് 16516 എന്നാണ്. കാർവാർ നിന്ന് യശ്വന്ത്പൂർ വരെ പോകുന്ന എക്സ്പ്രസ് ആട്ടോ ഇത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ മൈസൂർ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടി ആട്ടോ ഇത്. 16516 കാർവാർ യശ്വന്ത്പൂർ. ഈ വണ്ടി കാർവാറിൽ നിന്ന് മംഗലാപുരം ജംഗ്ഷൻ എത്തിയിട്ട് ഇവിടെ ഇനി ലോക്കോ റിവേഴ്സലുണ്ട്, അതുപോലെ റേക്ക് റിവേഴ്സലും ഉണ്ട്. അതായത് ലോക്കോ ഫ്രണ്ടിലെ ലോക്കോ ഊരിയിട്ട് ഇവിടെ പിടിപ്പിക്കും. എന്നിട്ട് ഇവിടുന്ന് അത് സക്ലേഷ്പൂർ ഘാട്ട് സെക്ഷൻ വഴി യശ്വന്ത്പൂരിലേക്ക് പോകും. അങ്ങനെയാണ് ഈ വണ്ടിയുടെ ഇത് വരുന്നത് കേട്ടോ. അപ്പം ഇപ്പം നമ്മളെ കോച്ച് ഇവിടെയാണ്. ഇവിടെ ഒരു ലോക്കോ അറ്റാച്ച് ചെയ്യും. ആ ലോക്കോ വരുന്നുണ്ട് അപ്പുറത്ത്. ഇനി നമുക്ക് ഈ വണ്ടിയെ കുറിച്ച് പറയാം. വിസ്റ്റഡോമിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നെ നമുക്ക് പുറത്തൊന്ന് കാണിക്കാം കേട്ടോ ഈ വണ്ടിയെക്കുറിച്ച്. ഇതാണ് വിസ്റ്റഡോം കോച്ചിൻ്റെ ഔട്ട് സൈഡ് കേട്ടോ. നല്ല വലിയ വിൻഷീൽഡാണ്. നമ്മളെ വന്ദേ ഭാരതിൻ്റെ ടൈപ്പ് സെയിം അല്ല, ബട്ട് സിമിലർ ടൈപ്പ് ഓഫ് ഇതാട്ടോ സെറ്റപ്പ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് പറയാം കേട്ടോ. ഈ വണ്ടിയുടെ ഫസ്റ്റ് റണ്ണ് നടന്നത് ഓഗസ്റ്റ് 29, 2009 ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാട്ടോ. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ മൈസൂർ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. ഇതിൽ 2 വിസ്റ്റഡോം കോച്ചാണ് ഈ വണ്ടിക്ക് ടോട്ടലായിട്ടുള്ളത്. EV1ഉം EV2ഉം. ഈ വണ്ടിക്ക് നമ്മളെ ഗോമട്ടേശ്വര എക്സ്പ്രസ്സുമായി റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. അതായത് 16515, 16516ഉം 16575, 16576ഉമായി റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാട്ടോ ഇത്. ഈ വണ്ടിക്ക് പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് കോച്ച് ഉണ്ട് കേട്ടോ. 4 ജനറൽ, 3 നമ്മളെ സെക്കൻഡ് സിറ്റിംഗ് ഉണ്ട്, പിന്നെ ഒരു തേർഡ് AC എക്കണോമി, ഒരു AC ചെയർ കാർ, ഒരു സ്ലീപ്പർ, 2 വിസ്റ്റഡോമും കൂടിയിട്ടാണ് ഈ വണ്ടിയുടെ കോച്ച് കോമ്പോസിഷൻ വരുന്നത് കേട്ടോ. നിങ്ങൾ ഈ വണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോണ്ടല്ല അതിൽ കാണിക്കും, അതായത് EV1 വിസ്റ്റഡോം എന്ന് കാണിക്കും. നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ വേറെ പ്രത്യേകിച്ച് ബുക്കിംഗ് ആയിട്ട് വരെ പരിപാടിയൊന്നുമില്ല. അപ്പം 2020 ഉണ്ടാക്കിയ ഒരു വിസ്റ്റഡോം കോച്ചാട്ടോ ഇത്. 2020 ഇത് നമുക്ക് ഉള്ളിൽ കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ, കയറിയപ്പോൾ തന്നെ ലെഫ്റ്റിൽ വാഷ്റൂം ഉണ്ട് കേട്ടോ. ഇതാണ് വിസ്റ്റഡോമിലെ യൂറോപ്യൻ വാഷ്റൂം കേട്ടോ. കൊള്ളാട്ടോ, അടിപൊളി. നല്ല ഈ ബ്രൗൺ ടൈപ്പ് ടെക്സ്ചറൊക്കെ ഉണ്ട്. കയറുമ്പോൾ തന്നെ ഇവിടെ ഇതേപോലത്തെ ഡോർ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ടാപ്പ് ചെയ്താൽ ഡോർ ഓപ്പൺ ആവുമേ. ഓപ്പൺ ആയ ശേഷം ഇവിടെ നമുക്ക് ലഗേജ് വെക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ലഗേജ് വെക്കാൻ സ്ഥലമുണ്ട്. ഇവിടെ മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ തിരിഞ്ഞാൽ പോലും ഇവിടെ ഇഷ്ടം പോലെ ലഗേജ് ഉണ്ട് കേട്ടോ. ഇതാണ് വിസ്റ്റഡോം EV1. കൊള്ളാമല്ലേ കാണാൻ EV1. അപ്പം സീറ്റിലിരുന്നാൽ ഇവിടെ ഇങ്ങനെ ലെഗ് റെസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് വലിയ വിൻഡോ കേട്ടോ. അത് ഇവിടെ നമുക്ക് വിൻഡോ അടക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. വലിയ വിൻഡോ. ഇവിടെ ഫുഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഫുഡിൻ്റെ ട്രേ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഫുഡിൻ്റെ ട്രേ, ഫുഡ് കഴിക്കേണ്ട ട്രേ ഉണ്ട്. ഇനി പിന്നെ നമുക്ക് ഈ സീറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. വന്ദേ ഭാരതിലെ ടൈപ്പ്. അപ്പം നമുക്ക് ഈ സീറ്റ് ഇങ്ങനെ തിരിക്കാൻ പറ്റും കേട്ടോ. താഴെ ലിവർ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ ഇങ്ങനെ തിരിയും. നമ്മൾ വന്ദേ ഭാരതിനെക്കാട്ടും വന്ദേ ഭാരത് ഇവിടെ ബാഗ് വെക്കാൻ സ്ഥലമുണ്ട്. ഇതിൻ്റെ ബാഗിങ് സിസ്റ്റംസൊക്കെ അവിടെയാണ്. മുകളിൽ ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. ട്രാൻസ്ലൂസൻറ്റ് ഗ്ലാസ് ആണ് മുകളിൽ വെച്ചേക്കുന്നത്. ഈ വണ്ടി ഉണ്ടല്ലോ, ഇവിടുന്ന് 11:30ക്കാണ് കേട്ടോ എടുക്കുന്നത്. പക്ഷേ വണ്ടി 10:45 വന്നു. കാരണം ഇവിടെ ലോക്കോ റിവേഴ്സലൊക്കെ ഉണ്ടല്ലോ. അപ്പം ലോക്കോ റിവേഴ്സലടിച്ച് ഒരു 11:30 എടുക്കുമല്ലോ. ഇപ്പോൾ സമയം 11:03 ആയതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. വിസ്റ്റഡോമിൻ്റെ കോച്ചിൻ്റെ ഇൻറ്റീരിയർ ഞങ്ങൾ കാണിച്ചു തന്നല്ലോ അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് വിസ്റ്റഡോം? അടിപൊളിയാണെങ്കിൽ കമൻസിൽ പറയാം കേട്ടോ.
നമുക്ക് നമ്മുടെ ലോക്കോന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ലോക്കോ മോസ്റ്റ്ലി കൃഷ്ണരാജപുരം ഷെഡിൻ്റെ ഒരു WDP 4B ആണ്. അതിപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് റിവേഴ്സ് അടിക്കാൻ. നമ്മുടെ ലോക്കോതെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണരാജപുരം ഷെഡിൻ്റെ WDP 4B ആണ്. 40066. അപ്പം നമ്മുടെ ലോക്കോ കപ്ലിംഗ് നടന്നിരിക്കുകയാണ്. KJM ഷെഡിൻ്റെ WDP 4B 40066. എന്താ ഹമ്മിങ് അല്ലേ ഇതിൻ്റെ. ഒരു രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പം ഇവൻ സുബ്രഹ്മണ്യ റോഡ് വരെ കയറിയ ശേഷം ഈ വണ്ടിയുടെ ബാക്കിൽ 2 എണ്ണം അറ്റാച്ച് ചെയ്യും, രണ്ട് ലോക്കോ അറ്റാച്ച് ചെയ്യും. അത് വേറൊരു ഐറ്റമാണ്. അപ്പം വീഡിയോ എൻ്റെ വരെ കാണാം, സൂപ്പറായിരിക്കും. to H14 Express is on platform number 2. അപ്പം നമ്മുടെ യാത്ര ഇനി WDP 4യുടെ ബാക്കിലായിരിക്കും കേട്ടോ. അമ്പോ ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് അതിൻ്റെ ഹമ്മിങ് കേട്ടുപോലെ എന്ത് വൈവായിരിക്കും അല്ലേ. നമ്മുടെ എറണാകുളത്ത് നിന്ന് മുംബൈ LTT വരെ വന്ന ദുരന്തമാണ്. ഇതാണെങ്കിൽ 7 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് മംഗലാപുരം ജംഗ്ഷൻ കയറിയത്. ഇത് കൊങ്കൺ വഴി പോയിക്കോളും, നമ്മുടെ ബാക്കിൽ വരില്ല. നമ്മളാണെങ്കിൽ ഇവിടുന്ന് സകലേഷ്പൂർ വഴി കേട്ടോ ഒന്ന് റൈറ്റ് എടുത്തിട്ടാണ് പോണേ. അവൻ സ്ട്രെയിറ്റ് പോകും ഇവിടുന്ന്. ഇത് LHF എന്ന് പറയും, ലോങ് ഹുഡ് ഫ്രണ്ട്. അത് ഷോർട്ട് ഹുഡ് ഫ്രണ്ട് എന്ന് പറയും കേട്ടോ. അപ്പം ലോക്കോ പൈലറ്റ് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്നേക്കാൾ കുറച്ചുകൂടി കംഫർട്ടബിളാണ് അവിടുന്ന് നോക്കി ഓടിക്കുന്നതല്ലേ. അപ്പം LHF കുറച്ചും കൂടി അൺകംഫർട്ടബിൾ ആണ്, ബട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് നമ്മളിന്ന് പോകുമ്പോൾ ഷോർട്ട് ഹുഡ് ഫ്രണ്ട് ആട്ടോ. അപ്പം ലോക്കോ പൈലറ്റ് അവിടെ ഇരുന്ന് അവിടുന്ന് ഓടിക്കും. ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം എക്സ്ട്രാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ ഒഴിവാക്കാം കേട്ടോ. കാരണം നിങ്ങൾ ഒറിജിനൽ റോ സൗണ്ട് ഫീൽ ചെയ്യണം. പറയണ്ട, അതിന് മുമ്പേ അടിച്ചു അടിപൊളി ഹോൺ. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഞാൻ ഒറിജിനൽ സൗണ്ട് കാണിക്കാൻ പോവാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇല്ല, ഒറിജിനൽ റോ മ്യൂസിക്. സോ എൻജോയ് ദ വ്ളോഗ്. നമ്മളെ വണ്ടീൻ്റെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബണ്ട്വാലയാണ്. ബണ്ട്വാല, കബക്കപുത്തൂർ, പിന്നെ സുബ്രഹ്മണ്യ റോഡ്. അവിടെ നിന്നായിരിക്കും വണ്ടിക്ക് ബാങ്കർ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പാരലൽ റണ്ണ് ഉണ്ടോ? നമ്മുടെ മുംബൈ LTT ദുരന്തവും നമ്മൾ പാരലൽ റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കൊങ്കൺ വഴി പോവും, നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിയും. നമ്മളെ ചെക്കൻ പെടക്ക കേട്ടോ.
ഇതാണ് കേട്ടോ ഇവരെ പാൻട്രി സെക്ഷൻ. ഇവിടെ കോഫിയൊക്കെ ഉണ്ട്. പിന്നെ വേറെ കാര്യം, ഇത് മൊത്തം സിംഗിൾ ലൈൻ സ്ട്രെച്ചാട്ടോ. ക്രോസിംഗ് ഉണ്ടാവും, അപ്പോൾ സിംഗിൾ ലൈൻ സ്ട്രെച്ചാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പായ ബണ്ട്വാൽ എത്തിയിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് കബകപുത്തൂർ കേട്ടോ. നമ്മളങ്ങനെ കബകപുത്തൂർ എത്തിയിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പാണ് സുബ്രഹ്മണ്യ റോഡ് കേട്ടോ. അവിടെ നിന്ന് നമ്മുടെ വണ്ടിക്ക് ബാങ്കർ അറ്റാച്ച് ചെയ്യാൻ പോണേ. ഇവിടെ വാട്ടർ ബോട്ടിൽ വെക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫോൺ ചാർജിങ്ങും ഉണ്ട്, അത് പറയാൻ മറന്നുപോയി. ഈ വണ്ടി ടോട്ടൽ 611 കിലോമീറ്റേഴ്സ് ആണ് പോകുന്നത് ഫ്രം കാർവാർ ടു യശ്വന്ത്പൂർ. അതുതന്നെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 15 hours 20 minutes എന്നാണ്. അപ്പം ഇതിൻ്റെ ആവറേജ് സ്പീഡ് വരുന്നത് 40 km/h. ആൻഡ് ഇതിന് കാർവാർ ടു യശ്വന്ത്പൂർ അറൗണ്ട് 23 സ്റ്റോപ്സ് ഉണ്ട് ടോട്ടൽ കേട്ടോ. അപ്പം നമ്മളിപ്പം സുബ്രഹ്മണ്യ റോഡ് എത്താനായിരിക്കുകയാണ്. അവിടെ ഞാൻ പറഞ്ഞ പോലെ വണ്ടിക്ക് ബാങ്കേഴ്സ് അറ്റാച്ച് ചെയ്യും. ഈ ബാങ്കറും ബ്രേക്കറും രണ്ട് ഡിഫറെൻറ്റ് സംഭവം കേട്ടോ. ബാങ്കർ എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിൻ്റെ എൻഡിൽ വിൽ ബി അറ്റാച്ചിങ് 2 locos ഓർ മോസ്റ്റ്ലി 1 loco. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ കേട്ടോ. അപ്പം 2 loco ഇതിൻ്റെ ഏറ്റവും ബാക്കിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ആ 2 loco പുഷ് ചെയ്യും. ഈ ലോക്കോ, നിങ്ങൾ കാണുന്ന ഈ ലോക്കോ ഇത് പുള്ള് ചെയ്യും. അപ്പം അങ്ങനെ ഇത് കുന്ന് കയറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. ബ്രേക്കർ എന്താണെന്ന് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ആ വീഡിയോ സ്റ്റേ ട്യൂൺ ടു വാച്ച് ദാറ്റ് വീഡിയോ. കാരണം നമ്മൾ തിരിച്ച് വരുന്നതും ഇതേ ഗാർഡ് സെക്ഷൻ വഴി തന്നെ കേട്ടോ. അപ്പം ആ വീഡിയോ ഞാൻ പറഞ്ഞുതരാം എന്താണ് ബ്രേക്കർ. ഇത് നമ്മൾ മംഗലാപുരം സെൻട്രലിൽ നിന്ന് ജംഗ്ഷൻ വരെ വന്ന ഈ വണ്ടിക്കാട്ടോ. ഈ നമ്മുടെ മംഗലാപുരം സെൻട്രൽ സുബ്രഹ്മണ്യ റോഡ് പാസഞ്ചറാണ്. അതിലൂടെ കിടക്കാട്ടോ. അപ്പം നിങ്ങൾ ഇവിടെ എത്രയാ ലോക്കോ വണ്ടിയില്ലേ. WDG4 ഉണ്ട്, WDG4G ഉണ്ട്. ആ WDG4G ആ യെല്ലോ കളർ ഉണ്ടല്ലോ, അത് നമ്മൾ റെയിൽ ഫാൻസ് എടുക്കുന്ന ട്രാക്ടർ എന്നാണ്. കാരണം അതിൻ്റെ ഒച്ച ഈ ട്രാക്ടറിൻ്റെ ഒച്ച പോലെയാണ്. അപ്പം നമ്മളങ്ങനെ സക്സസ്ഫുള്ളി സുബ്രഹ്മണ്യ റോഡ് എത്തിയിരിക്കുകയാണ്. ഇനി അതിൽ കണ്ട ഏതെങ്കിലും ഒരു ലോക്കോ, മോസ്റ്റ്ലി WDG4G തന്നെ ആയിരിക്കും, നമുക്ക് ബാങ്കറെ അറ്റാച്ച് ചെയ്യും കേട്ടോ. ലഞ്ചായിട്ട് ലെമൺ റൈസ് ഉണ്ട്, പിന്നെ ചിക്കൻ 65 ഡ്രൈ ഉണ്ട് കേട്ടോ. ഐസ് നമ്മളങ്ങനെ സുബ്രഹ്മണ്യ റോഡ് വിട്ട് സകലേഷ്പൂർ ഘാട്ട് സെക്ഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വ്യൂ നോക്കിയ മൗണ്ടെയ്ൻസും ആ ക്ലൗഡും.
ഞാൻ നമ്മുടെ സീറ്റ് ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ആയിട്ട് നമുക്ക് സീറ്റ് തിരിക്കാമല്ലോ. അപ്പോൾ തിരിച്ചാൽ ഇവിടുന്ന് കാണുന്ന വ്യൂ ആണ് അടിപൊളി. നമ്മളിപ്പോൾ ഇവിടെ ഒരു കുന്നിൻ്റെ സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം മുകളിൽ നിന്ന് ഒരു സാധനം ഇറങ്ങി വരണം എന്ന് തോന്നുന്നു, കാരണം അല്ലെങ്കിൽ പിടിച്ചിട്ട് വിടില്ല. അപ്പോൾ അത് ഇറങ്ങി വരുന്നവരെ നമ്മളിവിടെ പോസ്റ്റ് ആട്ടോ. പക്ഷേ ആ WDP 4Vയുടെ ബാക്കിൽ പോകാൻ എന്ത് രസം അറിയോ, അതിൻ്റെ ഹമ്മിങ് കേൾക്കാൻ തന്നെ രസമാണ്. ലോക്കോ പൈലറ്റ് ആണെങ്കിൽ 2 ലോക്കോ പൈലറ്റ്സ് മലയാളീസ് ആട്ടോ, നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ അടിപൊളി ആൾക്കാരാണ്. നല്ല പോക്ക് എന്ന് പറഞ്ഞാൽ അടിച്ചു പോക്കാണ്. പിന്നെ EMD അല്ലേ, നല്ല രസമുണ്ട് കേൾക്കാൻ. ബാക്കിൽ മറ്റേ ട്രാക്ടറുണ്ട്, 2 ട്രാക്ടർ. അതാണെങ്കിൽ അതിനൊക്കെ പുഷിങ്, നല്ല എക്സ്പീരിയൻസ് ആട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ ദൂദ്സാഗർ പോലെ തന്നെ മൺസൂണിൽ ട്രൈ ചെയ്യുന്നൊരു സാധനം കേട്ടോ അത്. പക്ഷേ നമ്മുടെ കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഒന്നും എടുക്കില്ല, കാരണം അത് രാത്രി കവർ ചെയ്യുന്നതൊക്കെ ഈ കുന്നൊന്നും കാണാനൊന്നും പറ്റില്ല. അതൊക്കെ രാത്രി കവർ ചെയ്യുന്നത് ഈ ഏരിയ മൊത്തം. അപ്പം രാവിലെ കവർ ചെയ്യാൻ ഈ വണ്ടി ഒരു ബെസ്റ്റ് ചോയ്സ് ആട്ടോ. വിസ്റ്റഡോം എടുത്താൽ കുറച്ചുകൂടി ബെറ്റർ. ബാക്കി സീറ്റിംഗ്, ബാക്കി ചെയർ കാർ ഉണ്ട്, സെക്കൻഡ് സിറ്റിങ്ങും ഉണ്ട്, 3rd AC എക്കണോമി ഉണ്ട്. ബാക്കി കോച്ചസ് ഒന്നുമില്ല. 3rd AC എക്കണോമി, സ്ലീപ്പറും ജനറലേ ഉള്ളൂ കേട്ടോ വണ്ടിക്ക്. ഇതുപോലെ കുറേ എണ്ണം കേട്ടോ ട്രാക്കിലേ നടക്കുന്നത്. ഈ ട്രെയിനിലെ ആൾക്കാർ തന്നെ അവർ വണ്ടി നിർത്തി എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ട് ലോക്കോ പൈലറ്റിന് അവിടെ വരെ പോയി ചോദിക്കുക. ഇത് എന്തൊരു ഇതാണ് നോക്കിയേ, പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. കണ്ട നമ്മളെ വണ്ടിയുടെ ലോക്കോ, അതായത് ബാങ്കർ ലോക്കോ ഞാൻ പറഞ്ഞ WDG 4G അല്ല, WDG 6G ആണ്. WDG 6G എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഏറ്റവും പവർഫുള്ളായ ഡീസൽ ലോക്കോ ആണ്. അത് നമ്മുടെ ഗുത്തി ഷെഡിൻ്റെ WDG 6G ആണ് നമ്മുടെ ലോക്കോ കേട്ടോ. അങ്ങനെ നമ്മളെ വണ്ടിക്ക് സിഗ്നൽ വീണിരിക്കുകയാണ്. ആ വണ്ടി ക്രോസ് ചെയ്ത് ഉടനെ നമ്മുടെ വണ്ടിക്ക് സിഗ്നൽ വീണു. അപ്പം ആ വന്നത് നമ്മുടെ 16515 ആണ് നമ്മളെ വണ്ടിയുടെ റിട്ടേൺ വണ്ടി. ഇപ്പം സെയിം പെയർ റിട്ടേൺ വണ്ടി. അത് നമ്മുടെ യശ്വന്ത്പൂർ കാരവാർ വണ്ടി കേട്ടോ. നിങ്ങൾ അതിൻ്റെ ഫ്രണ്ട് ശ്രദ്ധിച്ചായിരുന്നോ, ബ്രേക്കർ ലോക്കോ ഉണ്ടായിരുന്നു, ട്വിൻസ്. അടിപൊളിയല്ലേ, 3 ലോക്കോ ഫ്രണ്ടിൽ. അതിൽ ഒന്ന് എൻ്റെ ഒറിജിനൽ ലോക്കും 2 ബ്രേക്കർ ലോക്കോ ആയിട്ട് ട്വിൻസാണ് കൊടുത്തേക്കണേ. നമ്മുടെ വണ്ടി അങ്ങനെ എടുത്തിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു മണിക്കൂർ ലേറ്റ് ആട്ടോ ഇവിടെ, കാരണം മറ്റേത് ഇറങ്ങി വരാൻ വേണ്ടി പിടിച്ചിട്ട് ഒരു മണിക്കൂറോളം ലേറ്റായി. കാലാവസ്ഥ അടിപൊളിയാണ്. നോക്ക്, നല്ല മഴ മൂടിയിരിക്കുകയാണ്. ഒരു മഴയും കൂടിയും പെയ്താൽ പൊളിക്കും. ഓഫ്,
ഇപ്പം നിങ്ങൾ കണ്ട പാലമില്ലേ, അത് യദകുമാരി റെയിൽവേ വ്യൂ പോയിൻ്റാണ്. നമ്മൾ ദൂത് സാഗർ പോലെ ഒരു സ്ഥലമാണ്. അപ്പം ഈ സെക്ഷനിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ബ്രിഡ്ജസ് ഉള്ള സെക്ഷനാണ് അത്. അടിപൊളി സെറ്റപ്പ്, നല്ല സൂപ്പർ ലൊക്കേഷനാണ്. അപ്പം നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ ഒരു ഐഡിയ പറയാം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് യദകുമാരി റെയിൽവേ ആ ലൊക്കേഷൻ വെക്കുക. എന്നിട്ട് ട്രെയിൻ പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു 5 മിനിറ്റ് മുമ്പേ നിങ്ങൾ ഡോറിനടുത്ത് വന്ന് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് മിസ്സാവും. കാരണം ഒരു മുമ്പ് ടണലുണ്ട്. അപ്പം ഗൂഗിൾ മാപ്പ് ഓട്ടോമാറ്റിക് ഡിസ്കണക്റ്റ് ആണ് GPS. അപ്പം 5 മിനിറ്റ് മുമ്പേ നിങ്ങൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. ഇപ്പോൾ ടണൽ കഴിഞ്ഞ് അപ്പം തന്നെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അത് ആ ലെഫ്റ്റ് സൈഡിൽ പാലം കഴിഞ്ഞ് അപ്പാടും അടുത്ത ടണൽ കയറി വരും. അപ്പം അങ്ങനത്തെ ലൊക്കേഷനാണ്. അപ്പം ലെഫ്റ്റ് സൈഡ് നിൽക്കുക, നല്ല സൂപ്പർ വ്യൂ കിട്ടും. നമ്മളങ്ങനെ ധോനിഗൽ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ധോനിഗൽ നിന്നൊരു 2-3 കിലോമീറ്റർ ഇല്ലൂ നമ്മുടെ സക്ലേഷ്പൂർ. അപ്പം ഇവിടെ ഒരു ബോക്സൻ കിടപ്പുണ്ട്. ഇതിൻ്റെ ലോക്കോ നമ്മുടെ WDG 4G ട്വിൻസ് ആണ്. നമ്മുടെ ട്രാക്ടർ അവൻ തന്നെ. അപ്പം നമുക്കിത് ഇവിടെ സിഗ്നൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഡീസലിൻ്റെ സെക്ഷനിടയിൽ നമ്മൾ ഇലക്ട്രിക് കണ്ടിരിക്കുകയാണ്. WG9 കണ്ടു കേട്ടോ, 2 WG9 ഫുൾ ഡീസൽ സെക്ഷനായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇലക്ട്രിക് ലോഗോ കണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സക്ലേഷ്പൂർ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ രണ്ടും നമ്മുടെ ഹുബ്ലി ഷെഡിൻ്റെ WG9 ആണ്. നമുക്ക് ഇവിടെ നമ്മുടെ ബാങ്കർ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിലുണ്ടായ WDG 60 ട്വിൻസ് ഇല്ലേ, അതിനെ ഇവിടെ ഇപ്പോൾ റിമൂവ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ബാങ്കർ ഇല്ലാതെ തന്നെ നേരെ ഇനി ഹാസൻ റൂട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് പുതിയ ലോക്കോ പൈലറ്റ്സ് അവിടെ ചാർജ് എടുക്കാൻ പോവാണ്. ലോക്കോ പൈലറ്റ്സ് ഇവിടെ വരെ ഇല്ല കേട്ടോ. മംഗലാപുരം ജംഗ്ഷനിൽ കയറി ലോക്കോ പൈലറ്റ്സ്, അത് 2 മലയാളി സാറുമാർ, അവർ ഇവിടെ സക്ലേഷ്പൂർ വരെ ഇല്ലു. അതിനുശേഷം പുതിയ ലോക്കോ പൈലറ്റ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. ഇവർ യശ്വന്ത്പൂർ വരെ ഇവർ തന്നെ ഓടിക്കും. ഈ വണ്ടി പോകുമ്പോണ്ടല്ല ഒരു കാര്യം ഞാൻ സജഷൻ പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഫുഡ് ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് മേടിച്ചിട്ട് കയറുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക. കാരണം എന്ന് വെച്ചാൽ ആ ഗാർഡ് സെക്ഷൻ നമ്മൾ കയറുന്നത് ഉച്ചക്ക് 1:40 കയറിയാൽ 3-3:30 ആകുമ്പോഴേ നമ്മൾ 3-4 മണി ആകുമ്പോഴേ നമ്മൾ ഗാർഡ് സെക്ഷൻ കയറിയിട്ട് അപ്പ് ഹിൽ എത്തുള്ളൂ. അപ്പം ആ അത്രയും സമയം ഇടക്ക് കടയുമില്ല, ഫുഡ് കിട്ടാനൊരു മാർഗവുമില്ല. അപ്പം ഇവിടെ ഇല്ല വണ്ടിയിലെ സ്നാക്സും ചിപ്സും ലേസും അതൊക്കെ ഇല്ലു. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് എന്ന് മാത്രമാണെങ്കിൽ ഞാൻ വുഡ് സജസ്റ്റ് നിങ്ങൾ മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് ഫുഡ് മേടിക്കാം. ഇനിയിപ്പം നമ്മൾ ഹസൻ ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹസൻ കഴിഞ്ഞാൽ പിന്നെ ഇനി അത്യാവശ്യം കുറച്ച് സ്റ്റോപ്പുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ലേറ്റ് ആയാലും വണ്ടി യശ്വന്ത്പൂർ ഓൺ ടൈം എത്തും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചിക്കബൻവാര എന്ന ജംഗ്ഷൻ നിന്ന് അതാണ് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പ്. ചിക്കബൻവാര ജംഗ്ഷൻ നിന്ന് യശ്വന്ത്പൂർ ജംഗ്ഷൻ വരെ ഈ വണ്ടിക്ക് പോകാൻ 8 കിലോമീറ്ററേ ഉള്ളൂ. 8 കിലോമീറ്റർ പോകാൻ ഇവർ കൊടുത്തേക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 10 മിനിറ്റ്. അത്രയും സ്ലാക്ക് ടൈം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാസൻ ജംഗ്ഷനിൽ 2 ലൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ റൈറ്റ് എടുത്തിട്ട് പോയാൽ നമ്മൾ യശ്വന്ത്പൂർ എത്തും. ശ്രാവണ ബെല്ലഗോള വഴി യശ്വന്ത്പൂർ എത്തും. ലെഫ്റ്റ് പോകുന്നത് അർസികരയ്ക്ക് പോകുന്ന ലൈനാണ് കേട്ടോ. ലെഫ്റ്റ് എടുത്താൽ നമ്മൾ റൈറ്റ് എടുത്തിട്ട് പോകും. ഞാൻ ഉറക്കെല്ലാം കഴിഞ്ഞ് എണീച്ചപ്പോൾ നമ്മൾ കുഞ്ഞികാൽ വിട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് നീലമംഗല, പിന്നെ ചിക്കബൻവാര ജംഗ്ഷൻ, അത് കഴിഞ്ഞ് യശ്വന്ത്പൂർ ജംഗ്ഷൻ ഇട്ട വണ്ടി ഒരു 49 മിനിറ്റ് ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ലൂപ്പ് ചെയ്തിരിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവിടെ മെയിൻ ലൈനിന് പച്ച വീണിട്ടുണ്ട്. ഇപ്പോൾ ഏതോ ഒരു വണ്ടി ഇതിലേ വരണം, പക്ഷേ ഒരു 10-15 മിനിറ്റ് അവിടെ പിടിച്ചിട്ടേക്കുന്നത്. നിങ്ങളിപ്പം കണ്ടത് നമ്മുടെ KSR ബാംഗ്ലൂരിൽ നിന്ന് കാർവാർ വരെ പോകുന്ന പഞ്ചഗംഗ എക്സ്പ്രസ് ആണ്. നല്ല പ്രയോറിറ്റിയിലെ വണ്ടിയാട്ടത്. അപ്പം അത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പിടിച്ചിട്ട്. കാരണം ആ ലൈൻ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് അവൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത ശേഷം നമുക്ക് പച്ച വീണു കേട്ടോ. ഓട്ടോമാറ്റിക് സിഗ്നലിങ് ആയതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അവൻ പോയ അപ്പാടുന്ന് നമുക്ക് പച്ച വീണ്, അതുകൊണ്ട് അപ്പോൾ തന്നെ വണ്ടി എടുത്ത്. അങ്ങനെ 1.25 മണിക്കൂർ ലേറ്റായ വണ്ടി സ്ലാക്ക് ടൈം കാരണം 38 മിനിറ്റ് ആയിട്ട് ഡിലേ കുറഞ്ഞിട്ടുണ്ട്.
നമ്മളിപ്പോൾ യശ്വന്ത്പൂർ ഔട്ടറിൽ കൊണ്ട് പിടിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ യശ്വന്ത്പൂർ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോക്കോട് വിട പറയാം കേട്ടോ. KJMൻ്റെ 40066 WDP 4B. ഇനി നമുക്ക് നേരെ പ്ലാറ്റ്ഫോം നമ്പർ 1 പോകാം. നമ്മളെ വണ്ടി 5 കേട്ടോ കയറ്റിയെ. അപ്പം നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. നമ്മുടെ സക്ലേഷ്പൂർ സുബ്രഹ്മണ്യ റോഡ് ഗാർഡ് സെക്ഷനും അതിലുണ്ടായ ലോക്കോ ഡീറ്റെയിൽസും എങ്ങനെയാണ് ലോക്കോ വർക്കാവുന്നതും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ അടുത്തൊരു വീഡിയോ വരുന്നത് നമ്മൾ ബാംഗ്ലൂരിൽ വെച്ച് നാട്ടിലേക്ക് വരികയാണ്. അത് ഏത് വണ്ടിക്കാണെന്ന് ഗസ് ചെയ്യാൻ പറ്റും, ഗസ് ചെയ്യാം. ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.